ചർച്ചയെ അഭിമുഖീകരിക്കാൻ തയ്യാറുള്ള ഒരു ഗവൺമെന്റും ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു പ്രതിപക്ഷവുമാണ് ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ 4 തവണയാണ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തത്. 6 ദിവസത്തിനുള്ളിൽ 4 തവണ. സർ, ഈ സർക്കാരിന്റെ ആത്മവിശ്വാസത്തെയാണ് ഇത് കാണിക്കുന്നത്. ഇന്ന് നോട്ടീസ് പോലും നൽകാതെ ഈ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത്, അതും ചരിത്രത്തിൽ അത്യപൂർവമായ തരത്തിൽ ചോദ്യോത്തരവേള തന്നെ തടസ്സപ്പെടുത്തുന്നത് ഈ പ്രതിപക്ഷത്തിന്റെ ഭീരുത്വത്തെയാണ് സർ കാണിക്കുന്നത്. സർ, 188 ദിവസം ഈ നിയമസഭ സമ്മേളിച്ചു. ഇതുവരെ ഈ സഭ നിലവിൽ വന്ന് 188 ദിവസം ഒരു നോട്ടീസ് പോലും അടിയന്തര പ്രമേയത്തിന് കൊടുക്കാതിരുന്നത് ആകെ 9 ദിവസം മാത്രമാണ്. ഇപ്പോഴിതാ ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എങ്കിൽ ഒരു നോട്ടീസെങ്കിലും കൊടുക്കാനുള്ള പാർലമെന്ററി മര്യാദ, സഭയോടുള്ള മര്യാദ ഇവർ കാണിക്കണ്ടേ? സാർ, ഇവർക്ക് ഭയമാണ്. നോട്ടീസ് കൊടുത്താൽ സർക്കാരെങ്ങാനും ചർച്ചയ്ക്കെടുത്താലോ അപ്പോ ചെമ്പ് വെളിച്ചത്താവും കള്ളി വെളിച്ചത്താവും എന്നതുകൊണ്ട് നോട്ടീസ് കൊടുക്കാൻ പോലും ധൈര്യമില്ലാത്തൊരു പ്രതിപക്ഷം. സാർ, ഇവർക്ക് വേണമെങ്കിൽ സബ്മിഷനായിട്ട് ഉന്നയിക്കാൻ ശ്രമിക്കാമായിരുന്നല്ലോ. എന്നിട്ട് അനുവദിക്കുന്നില്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നത് മനസ്സിലാക്കാം. ഒരു ശ്രമം, നടപടിക്രമം അനുസരിച്ചൊരു ശ്രമം നടത്താതെ നേരെ രാവിലെ നേരത്തെ തയ്യാറാക്കി വെച്ചൊരു ബാനറുമായി, നേരത്തെ ബാനറും തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ്. ആ തിരക്കഥയുമായി വന്ന പ്രതിപക്ഷം ജനങ്ങളുടെ മുമ്പിൽ നഗ്നരാക്കപ്പെട്ടിരിക്കുകയാണ്. സർ, വസ്തുതകൾ പുറത്തു വരുമെന്ന ഭയമാണ് ഇവർക്കുള്ളത്. വസ്തുതകൾ പുറത്തു വരണമെന്നല്ല ഇവരാഗ്രഹിക്കുന്നത് പുകമറ നിലനിർത്തണം എന്നതാണ്. പുകമറ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഈ നാടകം ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, കേരളത്തിലെ സർക്കാരിന്റെ, പിണറായി വിജയൻ സർക്കാരിന്റെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? തെറ്റ് ചെയ്തവർ ആരായിരുന്നാലും അവരെ കൈവിലങ്ങണിയിച്ച് തുറുങ്കലടച്ച ചരിത്രമാണ് സാർ ഈ സർക്കാരിനുള്ളത്. അതിവർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് സാർ, പ്രതിപക്ഷത്തിന്റെ ഈ നടപടി സഭയോടുള്ള ആദരവാണ്, ഇത് ചെയറിനോടുള്ള അനാദരവാണ്, കേരളത്തിലെ ജനങ്ങളോടും ജനാധിപത്യത്തോടുമുള്ള അനാദരവാണ് എന്ന് രേഖപ്പെടുത്താൻ, എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.